ആനക്കൊമ്പം ഒക്കെ ആകുമ്പോൾ നമ്മൾ ഈ കുഞ്ഞിതാവുമ്പം തന്നെ ആനക്കൊമ്പനെ നമ്മൾ പറിച്ചെടുക്കണം. കാരണം ഇല്ലെങ്കിൽ എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഇതെല്ലാം മൂത്ത് വല്ലാണ്ട് പോവുക. ഇപ്പം ഇത് കണ്ടോ, ഇത് തന്നെ പകുതി മൂപ്പായതേ ഉള്ളൂ. എന്നാലും ഇത് വളർച്ച പകുതിയായി. പക്ഷെ എന്നാൽ പോലും ഇവരെന്ത് ചെയ്യും, വേഗം ഇവർ അങ്ങോട്ട് ഇതായി മാറും. ഇപ്പം തക്കാളി ആയാലും വേനലായാലും ഇപ്പം തക്കാളി കണ്ടില്ലേ തീരെ ചെറുതായി പോവുകയാണ്. അപ്പോൾ ഈ ചൂട് കാരണമാണ് ഇതേപോലെ ഇതെല്ലാം ഇതാവുന്നത്. പച്ചമുളകായാലും ഈ അതീവ ചൂട് കൊണ്ട് ഇങ്ങനെ ആയി പോവുകയാണ്, ചെറുതായി പോവുകയാണ്. അപ്പോൾ ഇത് വേഗം ഈ പച്ചമുളക് വേഗം പഴുക്കുകയാണ്. അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് ഇന്നിപ്പോൾ രാവിലെ ഞാൻ ഒന്ന് പറിക്കാൻ വേണ്ടി കയറിയതാണ്. ഭയങ്കര ചൂടായതിന് ടെറസിൻ്റെ മുകളിലെ മാത്രം ഞാൻ ഒന്ന് പറിക്കാമെന്ന് ഓർത്ത് ഞാൻ കയറിയതാണ്. അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എനിക്ക് ഏറ്റവും അധികം സന്തോഷമുണ്ട്. എന്നോട് ഒത്തിരി സുഹൃത്തുക്കൾ പറഞ്ഞു 1000 സബ്സ്ക്രൈബർ കഴിഞ്ഞില്ലേ, അപ്പം അത് എല്ലാവരെയും സന്തോഷം അറിയിക്കണം. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സബ്സ്ക്രൈബേഴ്സിനും പ്രത്യേകിച്ച് നന്ദി രേഖപ്പെടുത്തുകയാണ്. എല്ലാവരും ജൈവ രീതിയിൽ പച്ചക്കറി അടുക്കളത്തോട്ട് ഉണ്ടാക്കുകയും അത് ഭക്ഷിക്കുകയും ചെയ്യണമെന്ന് ഏറ്റവും സ്നേഹത്തോടുകൂടി താല്പര്യപ്പെടുന്നു. ടെറസിൻ്റെ മുകളിലെ വെള്ളരിയാണ്. അപ്പോൾ ഈ വെള്ളരി ഞാൻ അങ്ങനെ എനിക്ക് കണ്ടപ്പോൾ അത് പറിക്കാൻ തോന്നിയില്ല. കണച്ചല് കണിവെള്ളരി ഉണ്ട്. ഇതെല്ലാവർക്കും കൂടി പറിച്ചാൽ എന്ത് ചെയ്യുമെന്ന് ഓർത്തത് ഞാനിത് പറിച്ചില്ല. ഇത് കണ്ടോ, ഇതങ്ങ് മൂത്ത് അങ്ങോട്ട് വല്ലാണ്ട് അങ്ങ് പൊട്ടിപ്പോയി. ഇത് പറിക്കാൻ എനിക്ക് തോന്നിയില്ല. കാരണം നല്ല രസമായിട്ട് ഇങ്ങനെ കിടക്കുമല്ലേ. ഇത് ചെറുതായിട്ട് ഇനി പുതിയതായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോഴെല്ലാം വന്നുകൊണ്ടിരിക്കുന്നു. ചീരയാണെങ്കിൽ തന്നെ കണ്ടോ, എല്ലാം സമയത്ത് നമ്മൾ മുറിക്കാത്തത് വേഗം ഇതങ്ങോട്ട് പോവുക. ആ ഭാഗമൊക്കെ ഞാൻ മുറിച്ചു. ഈ ഭാഗം എല്ലാം ഇനിയിപ്പോൾ വേഗം മുറിച്ച് തിരിക്കുകയാണ്. കണിവെള്ളരി പിന്നെയും വിഷമൊക്കെ കഴിഞ്ഞിട്ടും കണിവെള്ളരി കായ്ച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കളയാൻ പറ്റില്ലല്ലോ. ഈ കണിവെള്ളരിക്ക് ഇനി ഒരു ഗുണം വെച്ചാൽ ഈ ചൂടായതിനാൽ നന്നായിട്ടിത് മിക്സിയിൽ അരിഞ്ഞിട്ട് മിക്സിയിൽ അടിക്കുക. എന്നിട്ട് അതിന് ശേഷം പാൽ ഒഴിക്കുക. അത് ജ്യൂസായിട്ട് കുടിക്കുക. അല്പം പഞ്ചസാര ചേർത്ത് നല്ല ജ്യൂസായിട്ട് കണിവെള്ളരി കുടിക്കുക. അപ്പോൾ ഇതല്ലേ നമ്മുടെ വഴുതനയൊക്കെ എന്ന് പറഞ്ഞാൽ ചീരയിൽ അടയ്ക്കുന്ന പച്ചച്ചീരയിൽ അടയ്ക്കുന്ന വഴുതന വളയ്ക്കുന്നത്. നിങ്ങൾ ചിരിക്കില്ലേ, ഇത് വഴുതന തന്നെയാണ്. അപ്പം ഈ വഴുതന ഒക്കെ വളരെ ഇതൊക്കെ പകുതി വലിപ്പമാകുന്നുള്ളൂ. ഈ ചൂട് കാരണം ഇതിനേക്കാൾ ഒത്തിരി വലിപ്പമാകൊണ്ടാണ്. അപ്പം ഇന്ന് രാവിലത്തെ തന്നെ നമ്മൾ ഇത് പറിച്ചെടുക്കുന്നതാണ്. പറഞ്ഞില്ലേ, തക്കാളി ഈ വെയിൽ കാരണം വളരെ ചെറുതാവുകയാണ്. അപ്പം എന്നാലും നമുക്ക് ജൈവ രീതിയിൽ നമുക്ക് തക്കാളി ഉണ്ടാകുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും രസകരമായ അവസ്ഥ. അപ്പം വെണ്ടയായാലും പച്ചമുളകായാലും തക്കാളി ആയാലും വഴുതനയായാലും ചീരയായാലും വെള്ളരിയായാലും ഒക്കെ നമുക്ക് ജൈവ രീതിയിൽ തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ഇത് ചെയ്യണമെന്നാണ് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്. അപ്പം ഇതുണ്ടോ, ഇത് ഞാൻ എൻ്റെ ടെറസിൻ്റെ മുകളിൽ മാത്രമാണ്. ഇപ്പോൾ പറമ്പിലേക്ക് പോയിട്ടില്ല, വീടിൻ്റെ മറ്റു സ്ഥലത്തേക്ക് പോയിട്ടില്ല. ഇപ്പം നമുക്ക് ആവശ്യത്തിന് അധികമുള്ള ചീര നമുക്ക് ജൈവ രീതികളുണ്ടാവും. എന്തുമാത്രം നല്ല രസകരമായ രീതിയിലുള്ള ചീരകളാണ്. അപ്പം നമുക്ക് ആവശ്യത്തിന് അധികമുള്ള ചീര നമുക്ക് ലഭിക്കുന്നു. ഇപ്പം നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ പച്ചക്കറി ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് വെള്ളരി ഇട്ട് നമുക്ക് പച്ചക്കറി ഉണ്ടാക്കാം. ഇപ്പം നമുക്ക് വെണ്ടയാണെങ്കിൽ വെണ്ടയുണ്ട്, തക്കാളിയുണ്ട്, പച്ചമുളകാണെങ്കിൽ പച്ചമുളകുണ്ട്. ഇവിടെ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ കണിവെള്ളരി ഇനിയും പറിക്കാനുള്ളത് വന്നുകൊണ്ടിരിക്കുന്നു. കണിവെള്ളരി ഇത് വഴുതനയാണെങ്കിൽ ഇതേപോലെ വഴുതന. അതിന് ഏറ്റവും രസം എന്ന് വെച്ചാൽ ഞാൻ ജനുവരി ഫെബ്രുവരി പറിക്കേണ്ട ക്യാബേജ് അതിൻ്റെ ഒരെണ്ണം ഇപ്പോൾ ഈ അവസ്ഥയിൽ കിട്ടിയത്. കുഞ്ഞിലായാലും നമുക്ക് കിട്ടിയിരിക്കുകയാണ്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഓരോ പച്ചക്കറികൾ നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുക. തക്കാളി നടണം, വെണ്ട നടണം, പച്ചമുളക് നടണം, തക്കാളി നടണം, ചീര നടണം, അപ്പോൾ പയർ നടണം. ഇതൊക്കെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമ്മൾ ഈ കാര്യങ്ങൾ പ്രത്യേകിച്ച് നമ്മൾ ചിന്തിക്കണം. ഈ മാസം 24-ാം തീയതി അഥവാ ഏപ്രിൽ 24-ാം തീയതി നമ്മൾ വിളകളൊക്കെ നടുന്നത് ഏറ്റവും നല്ലതാണ്. ഇഞ്ചി ആയാലും മഞ്ഞളായാലും കപ്പയായാലും ചേനയായാലും ചേമ്പായാലും കിഴങ്ങുവർഗ്ഗങ്ങളൊക്കെ നടേണ്ട ഒരു നല്ല പത്താമോദയം ഒക്കെയാണ്. അപ്പോൾ അതെല്ലാം നമ്മൾ ശ്രദ്ധിച്ച് നമ്മൾ വിളവെടുക്കാൻ ശ്രദ്ധിക്കണം.
അപ്പം ഞാനിപ്പോൾ പറഞ്ഞു തന്നതേ ഉള്ളൂ. നിങ്ങൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾക്കൊക്കെ സന്തോഷമായി തോന്നും. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ മറ്റുള്ളവർക്ക് ഇതൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ കമൻറ്റുകൾ പറയണം. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളെപ്പോലെയുള്ള ജൈവ രീതിയിൽ കർഷകർക്ക് ഇത് ചെയ്യാൻ ഞങ്ങൾക്കൊരു പ്രേരണ ഉണ്ടാവുകയുള്ളൂ. അപ്പം എല്ലാം ചീരയായാലും വെണ്ടയായാലും വഴുതനയായാലും തക്കാളി ആയാലും സ്വന്തം പറമ്പിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നിന്ന് നമ്മളിത് ഉൽപ്പാദിപ്പിച്ചെടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്, അതിനൊരു പ്രത്യേക ഒരു ഭംഗിയാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവരോടും പ്രത്യേകം ഞാൻ നന്ദി പറയുന്നു. പ്രത്യേകിച്ച് 1000 സബ്സ്ക്രിപ്ഷൻ കഴിഞ്ഞു, 1K കഴിഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകം ഞാൻ നന്ദി പറയുകയാണ്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നതിനും വരെ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.